നമ്മുടെ കേരളം വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമെന്നാണ് പൊതുവിൽ പറയുന്നതും. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ സാക്ഷരരാണെന്നും കേരളത്തിലെ കുട്ടികളെല്ലാം വളരെ വിദ്യാസമ്പന്നരാണെന്നും ഒരുപാട് കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്നവരാണ്, സ്കൂളിൽ പോകാത്തവരായി നമ്മുടെ നാട്ടിൽ ആരുമില്ല എന്നൊക്കെ നമുക്കറിയാം. അത്തരത്തിൽ വടക്കേന്ത്യ മുതൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും കേരളത്തെക്കുറിച്ചുള്ള മതിപ്പും അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, നമ്മുടെ വിദ്യാഭ്യാസ രീതി എത്ര ശരിയാണോ എന്ന് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. എങ്കിലും എപ്പോഴും ഇങ്ങനെ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമുക്കുള്ളത്. അതും ഏറ്റവും നല്ലൊരു കാര്യമാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഓരോ തവണയും ഇങ്ങനെ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ തവണയും കരിക്കുലം പരിഷ്കാരങ്ങൾ നടത്തും. അതുപോലെ ക്ലാസ്സിൻ്റെ അധ്യാപകരുടെ പരിശീലനങ്ങൾ ആയിരുന്നാലും ക്ലസ്റ്റർ തിരിച്ച് അധ്യാപകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ വളരെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പരിഷ്കാരം നടത്തും. ഇപ്പോൾ കേരളത്തിൽ വലിയൊരു വിദ്യാഭ്യാസ പരിഷ്കാരം വരാൻ പോയിരിക്കുന്നു. അതായത് 8ാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷൻ കൊടുക്കാം. പക്ഷേ 8ാം ക്ലാസ് വരുമ്പോൾ 30% മാർക്കെങ്കിലും വാങ്ങിക്കാത്തവരെ ഓൾ പ്രൊമോഷൻ കൊടുക്കാൻ പാടില്ല എന്ന് കേരള ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ അതൊരു ഉത്തരവായിട്ട് വരികയോ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആ സമയത്താണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇന്ന് അത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്, മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതായത് 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും കുട്ടികൾക്ക് മിനിമം മാർക്ക് വാങ്ങി ജയിച്ചാൽ മാത്രമേ അവരെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കാവൂ. അല്ലാതെ ഈ ഓൾ പ്രൊമോഷൻ എന്ന് പറയുന്ന സമ്പ്രദായം നിർത്തണം എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്രം തീരുമാനമെടുത്ത് സംസ്ഥാനങ്ങളെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തിൻ്റെ അധികാരമാണ്. നമ്മുടെ കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് അതുകൊണ്ട് സംസ്ഥാനത്തിന് എന്തോണം തീരുമാനിക്കാം. പക്ഷേ കേന്ദ്രത്തിൻ്റെ തീരുമാനം ഇതാണ്: 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും വരെ ഈ ഓൾ പ്രൊമോഷൻ കൊടുക്കണ്ട, അതുവരെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ 5ലും 8ലും ഒരു മിനിമം മാർക്ക് വാങ്ങിച്ച് ജയിച്ചാൽ മാത്രമേ അവരെ പ്രൊമോഷൻ ചെയ്യാവൂ. അങ്ങനെ ജയിക്കാത്തവരെ 2 മാസത്തിനകം അവരെ വീണ്ടും പരീക്ഷയ്ക്ക് ഇരുത്തണം. അതിനുള്ള എല്ലാ സൗകര്യവും കൊടുക്കണം. അവർക്ക് പ്രത്യേക പരിശീലനം കൊടുക്കണം, പ്രത്യേക ട്രെയിനിങ് കൊടുക്കണം ഈ 2 മാസക്കാലം. എന്നിട്ട് അവരെ കൂടി ജയിപ്പിച്ചെടുക്കാനുള്ള ശ്രമം നടത്തണം. അങ്ങനെ 2 മാസത്തിനകത്ത് അവരെ ജയിപ്പിച്ചെടുത്തതിന് ശേഷം അവരെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കണം. അതിലും ആ പരീക്ഷയിലും അവർ ജയിച്ചില്ല എങ്കിൽ അവരെ ആ പഴയ ക്ലാസ്സിൽ തന്നെ ഇരുത്തണം. പുതിയ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ അടുത്ത മേൽ ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കരുത്. ഇതാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ നയം. കേരളം അത് നടപ്പിലാക്കണോ വേണ്ടെന്നുള്ള തീരുമാനമെടുത്തിട്ടില്ല, നടപ്പിലാക്കില്ല എന്ന് കേരളം പറയുന്നു. പക്ഷേ കേരളം അതിനു മുമ്പ് തന്നെ ഈ തീരുമാനം എടുത്തു കഴിഞ്ഞു. മുഖ്യമന്ത്രി അത് പറയുകയും ചെയ്തു. അതായത് 8ാം ക്ലാസ്സിൽ 30% മാർക്ക് വാങ്ങാത്തവരെ പ്രൊമോട്ട് ചെയ്യേണ്ട, അവർക്ക് ഇതേപോലെ കേന്ദ്രം പറഞ്ഞതുപോലെ പ്രത്യേക പരിശീലനം കൊടുത്ത് അവരെ വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരങ്ങൾ കൊടുത്ത് അങ്ങനെ അവരെ വീണ്ടും മിടുക്കരാക്കി മാറ്റിയിട്ട് അവരെ ജയിപ്പിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്സിലേക്ക് വിടണം എന്ന് നമ്മുടെ ഗവൺമെൻറ്, അത് മുഖ്യമന്ത്രി പറയുകയും ചെയ്തതാണ്. അപ്പോൾ ഇപ്പം കേന്ദ്രം പറഞ്ഞത് നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോഴും പൊതുവെ എപ്പോഴും കേന്ദ്രം എന്തു പറഞ്ഞാലും അത് നടപ്പിലാക്കില്ല, അത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു വരുന്നത് ശീലിച്ചത് കൊണ്ട് അതിപ്പോൾ പറഞ്ഞു എന്നാണ്. പക്ഷേ അത് വളരെ നേരത്തെ തന്നെ കേന്ദ്രം പറയുന്നതിന് മുമ്പ് തന്നെ കേരളം പറഞ്ഞു വെച്ചതുമാണ്. അതിനെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള ഒരു ഇടതുപക്ഷ മനോഭാവമുള്ള സംഘടനകൾ രംഗത്ത് വന്നതും സമരം നടത്തിയതും അവർ വലിയ ജാഥ നടത്തിയതും അങ്ങനെ പിള്ളേരെ തോപ്പിച്ചുകൊണ്ട് ഒരു നിലവാരം കൂട്ടണ്ട എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതോടൊപ്പം നമ്മൾ മറ്റൊരു വാർത്തകൾ കൂടി അല്ലെങ്കിൽ മറ്റൊരു സംഭവം കൂടി വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഉയർന്ന ക്ലാസ്സുകളിലേക്കുള്ള ടെസ്റ്റുകളിൽ, അതായത് നാഷണൽ ലെവലിൽ നടക്കുന്ന പരീക്ഷകളിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ കേരള സിലബസ് പഠിക്കുന്ന കുട്ടികളെല്ലാം അവരുടെ നിലവാരം നിലനിർത്താൻ കഴിയുന്നില്ല, തോറ്റുപോകുന്നു എന്ന ഒരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് കേരള സിലബസ് പഠിച്ച് ജയിച്ചു വരുന്ന കുട്ടികൾക്കൊന്നും മറ്റ് സിലബസ് പഠിച്ചു വരുന്ന കുട്ടികളോടൊപ്പം ഈ നാഷണൽ ടെസ്റ്റുകളൊക്കെ പാസ്സാക്കി എടുക്കാൻ കഴിയുന്നില്ല, അവർ പരാജയപ്പെടുന്നു എന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു ധാരണ അല്ലെങ്കിൽ അവരുടെ അനുഭവമാണ് രക്ഷാകർത്താക്കൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കേരള സിലബസ് പഠിക്കാൻ CBSEയും ICSE ഒക്കെ പഠിച്ച കുട്ടികൾ, SSLCക്ക് അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിച്ച കുട്ടികളെല്ലാം പിന്നെ അങ്ങോട്ട് കേരള സിലബസ്
സിലബസ് പഠിക്കാൻ +2 മറ്റുമൊക്കെ കേരള സിലബസ് പഠിക്കാനാണ് പിള്ളേർ താല്പര്യമെടുത്തത്. കാരണം അത് കുറച്ച് നല്ല ഈസിയാണെന്നും കുറച്ചും കൂടെ കൂടുതൽ മാർക്ക് വാങ്ങാമെന്നുള്ള ഉള്ളത് കൊണ്ടും മാത്രമല്ല കേരള സിലബസ് കൊള്ളാവുന്ന ഒരു സിലബസ് ആണെന്നുള്ള ധാരണ വന്നതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ പഠിച്ചു വരുന്ന കുട്ടികൾ പലപ്പോഴും ഈ പറയുന്ന CBSEയും ICSEയും പഠിക്കുന്ന കുട്ടികളോടൊപ്പം വരുന്നില്ല, അവർക്ക് നാഷണൽ ടെസ്റ്റുകൾ ജയിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു ധാരണ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ +2 ക്ലാസ്സുകളിലേക്ക് ഈ CBSE കുട്ടികളും ICSE കുട്ടികളും വരുന്നത് കുറഞ്ഞിരിക്കുന്നു എന്ന ചില കണക്കുകളാണ് പുറത്തു വരുന്നത്. ആ കണക്കുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് വായിക്കാം. നമ്മൾ CBSE കുട്ടികൾ എത്രമാത്രമാണ് കേരള സിലബസിൽ എത്തുന്നത് എന്നുള്ളത്. 10ാം ക്ലാസ് എഴുതിയ കുട്ടികൾ 2020 10ാം ക്ലാസ് എഴുതിയത് 73,000 എഴുതിയതല്ല, പാസ്സായ കുട്ടികൾ 10ാം ക്ലാസ് പാസ്സായത് 73,129 കുട്ടികളാണ്. അതിൽ കേരള സിലബസിലെത്തിയത് ഈ CBSE വിഷയമാണ് പഠിച്ചത്. CBSE വിഷയത്തിൽ അതേ CBSE സിലബസിൽ 79,129 കുട്ടികൾ 10ാം ക്ലാസ് ജയിച്ചപ്പോൾ അതിൽ 37,772 കുട്ടികളാണ് കേരള സിലബസിലേക്ക് എത്തിയത്. അതായത് 51.65% കുട്ടികളും കേരള സിലബസ് ഇഷ്ടപ്പെട്ട് കേരള സിലബസിലേക്ക് വന്നു 2020. 2021 70,483 കുട്ടികളാണ് 10ാം ക്ലാസ് എഴുതിയത് CBSE കുട്ടികൾ. അതിൽ CBSE എഴുതിയിട്ട് കേരള സിലബസിലേക്ക് +2ലേക്ക് വന്നത് 34,140 കുട്ടികളാണ്. അതിൽ 48% 43, അതായത് 48.43% CBSEയിൽ നിന്നും കേരള സിലബസിൽ വന്ന കുട്ടികളുടെ ശതമാനം. 2022 69,200 കുട്ടികൾ CBSEയിൽ നിന്നും 10ാം ക്ലാസ് പാസ്സായി. അതിൽ നിന്നും കേരള സിലബസിലേക്ക് 29,986 കുട്ടികൾ കേരള സിലബസിലേക്ക് വരുന്നു. 43.33% കുട്ടികൾ വരുന്നത്. അങ്ങനെ കണക്ക് നോക്കുമ്പോൾ നമ്മൾ 2023 42.04% കുട്ടികൾ CBSEയിൽ നിന്നും കേരള സിലബസിലേക്ക് മാറി ജയിച്ച കുട്ടികൾ. അതുപോലെ 2024 CBSE ജയിച്ച കുട്ടികളിൽ 32.43% മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് കണക്ക് വരുന്നത്. അതാണ് അതിൻ്റെ കണക്കിൻ്റെ ഏറ്റവും കുറവ് എന്ന് പറയുന്നത്. കുട്ടികൾ വരാൻ താല്പര്യം കാണിക്കുന്നില്ല. മാത്രമല്ല ICSEയിലെ കണക്കും അങ്ങനെയാണ്. ICSEയിൽ 2020 46.95% കുട്ടികൾ കേരള സിലബസിലേക്ക് വന്നു CBSEയിൽ നിന്നും. 2021 47.03% കുട്ടികൾ കേരള സിലബസിലേക്ക് വന്നു. 2023 41.21% കുട്ടികൾ ICSE പഠിച്ചിട്ട് കേരള സിലബസിലേക്ക് വന്നു. 2024 31.72 കുട്ടികൾ മാത്രമാണ് ഈ ICSE പഠിച്ചിട്ട് കേരള സിലബസിലേക്ക് വന്നത്. ഇതാണ് കണക്ക്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം എത്രമാത്രം താഴ്ന്നതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ഇനിയും കൂടുതൽ പരിഷ്കരിക്കേണ്ടത് തന്നെയാണ്. അതെങ്ങനെ വേണം, തോൽപ്പിച്ചിട്ട് വേണോ നിലവാരം കൂട്ടേണ്ടത്, അല്ല തോൽപ്പിക്കാതെ നിലവാരം കൂട്ടാമോ എന്നത് കേരള ഗവൺമെൻറ് കാര്യമായി ചർച്ച ചെയ്യേണ്ടതാണ്, തീരുമാനിക്കേണ്ടതാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.